ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കുന്നത് രുചിയുള്ള പച്ചക്കറികൾ കുഴയാത്ത നല്ല മണവും രുചിയുമുള്ള നാടൻ കേരള സ്റ്റൈൽ അവിയലാണ്. ഇതിനായി വേണ്ടത് പലതരം പച്ചക്കറികളാണ്. ഞാൻ എടുത്തിട്ടുള്ളത് മുരിങ്ങക്കായ, കുമ്പളം, ചേന, ക്യാരറ്റ്, പച്ചപ്പഴം എന്നീ പച്ചക്കറികളാണ്. ആദ്യം എല്ലാ പച്ചക്കറികളും ഒരേ വലിപ്പത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ചക്കറികൾ വളരെ ചെറുതായി അരിയരുത്, അല്ലെങ്കിൽ വേവുമ്പോൾ ഉടഞ്ഞു പോകും. വേവാൻ കൂടുതൽ വേണ്ട പച്ചക്കറികൾ അവസാനം ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ എല്ലാം ഒന്നിച്ചാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പയർ, വെള്ളരിക്ക, വേറെ പച്ചക്കറി ഉണ്ടെങ്കിലൊക്കെ ചേർക്കാട്ടോ. ഇനി പച്ചക്കറി എല്ലാം വേവിച്ചെടുക്കുക. പച്ചക്കറികളെല്ലാം ഒരു പാനിലേക്കിട്ട് കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് വെള്ളം. പച്ചക്കറികൾ കുക്കാകാൻ ആവശ്യമായ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിക്കുക. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറികൾ പൂർണ്ണമായും കുഴയാൻ പാടില്ല. അവിയലിൻ്റെ ഭംഗിയും രുചിയും പച്ചക്കറികൾ ചെറിയ കടി കിട്ടുന്നതിലാണ്. ഇനി പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതാണ് അവിയലിൻ്റെ പ്രധാന ഭാഗം. അരപ്പിന് വേണ്ടി 4 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം, കുറച്ച് നല്ല ജീരകം, അതുപോലെ തന്നെ ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇത് വളരെ പേസ്റ്റ് പോലെ ആകേണ്ടതില്ല, അല്പം തരിതരിയായി അരച്ചാൽ മതി. അപ്പോൾ അവിയലിന് കൂടുതൽ രുചി കൂടും. ഇനി വേവിച്ചു കൊണ്ടിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ഈ തേങ്ങാക്കൂട്ട് ചേർക്കാം. നന്നായി യോജിപ്പിച്ച ശേഷം കുറച്ച് സമയം മാത്രം വേവിക്കാം. ഇവിടെ അധികം വെള്ളം ചേർക്കരുത്. ഇനി തീ കുറച്ച് വെച്ച് പുളിയുള്ള തൈര് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് സമയം മാത്രം വേവിക്കാം. തൈര് ചേർത്ത് എല്ലായിടത്തും എത്തും വിധം ഇളക്കി യോജിപ്പിക്കുക. ഒട്ടും ഉടയാതെ വേണം ഇളക്കാൻ. ഒന്ന് ചൂടായി വന്നാൽ തന്നെ തീ ഓഫ് ചെയ്യാം. ഒരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന് ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് നമ്മുടെ ഉണ്ടാക്കി വെച്ച ആ പച്ചക്കറി കൂട്ടിലേക്ക് ഒഴിക്കുക. ഇതാണ് അവിയലിൻ്റെ ആ മനോഹരമായ പുളിയും ക്രീമിയുമായ ടെക്സ്ചർ നൽകുന്നത്. ഒന്ന് സാവധാനത്തിൽ ഇളക്കിയെടുത്താൽ നമ്മുടെ അടിപൊളി അവിയൽ റെഡി. ചോറിൻ്റെ കൂടെ മാത്രമല്ല, സദ്യക്കും ഉണ്ടാക്കാനും ഇത് സൂപ്പറാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ. ഇതുപോലെയുള്ള നാടൻ രുചിയിലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.